ഫോണിലിരിക്കുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ തന്നെ ഇത്തരം ഫോട്ടോയും വീഡിയോയും ഒക്കെ ഹൈഡ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളും ഉണ്ട്. ഇപ്പോൾ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഗാലറി ലോക്കർ പോലെയുള്ള ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത്തരം ഫോട്ടോയും വീഡിയോയും ഒക്കെ ഹൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡാറ്റ സേഫ്റ്റി കൂടി ഒന്ന് വായിച്ച് നോക്കണം. ഭൂരിഭാഗം ആപ്ലിക്കേഷനും ലോകം മുഴുവനും നിങ്ങളുടെ ഡാറ്റ ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ അത്തരം പെർമിഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരും സുഹൃത്തുക്കളും കാണാതിരിക്കും. ലോകം മുഴുവനും നിങ്ങളുടെ ഫോട്ടോയും വീഡിയോയും സെയിൽ ചെയ്യാൻ ഇത്തരം ആപ്ലിക്കേഷന് പെർമിഷനുണ്ട്. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നുമില്ലാതെ നമ്മുടെ ഫോണിലിരിക്കുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ എങ്ങനെ ഹൈഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അതിനായിട്ടുള്ള 3 മാർഗ്ഗങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവ എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം. പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗാലറി ലോക്കർ എന്ന് സെർച്ച് ചെയ്താൽ നിരവധി ആപ്ലിക്കേഷൻ ഇതുപോലെയുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിലേറ്റവും ട്രെൻഡിങ് കാൽക്കുലേറ്റർ ഹൈഡാണ്. അതായത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല നമ്മുടെ ഫോട്ടോ ഹൈഡ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇത്തരം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം, ഞാൻ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുതരാം. ഇതിൻ്റെ അകത്ത് ഡാറ്റ സേഫ്റ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഡാറ്റ ഷെയർ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. പക്ഷേ ഇവർ നമ്മുടെ ഗാലറിയിലുള്ള കാര്യങ്ങളല്ല, നമ്മുടെ ഇൻഫർമേഷനാണ് തേർഡ് പാർട്ടിയുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇത്തരം ആപ്ലിക്കേഷൻ്റെ അപകടം എന്തെന്നാൽ, നമുക്കറിയാം നമ്മുടെ സർക്കാർ വെബ്സൈറ്റ് പോലും ഹാക്ക് ചെയ്യപ്പെടുന്ന കാലഘട്ടമാണിത്. അപ്പോൾ ഇത്തരം തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്, നമ്മുടെ ഗാലറി ആക്സസ് പോലുമുള്ള ഇത്തരം തേർഡ് പാർട്ടി ആപ്ലിക്കേഷന് നമ്മൾ എങ്ങനെ നമ്മുടെ സുരക്ഷിതമായിട്ട് നമ്മുടെ ഫയൽ സൂക്ഷിക്കാൻ പറ്റും? ഒരിക്കലും സാധ്യമല്ല. കാരണം ഏത് സമയത്തും ഇതിൻ്റെയൊക്കെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടാം. അതുപോലെ തന്നെ ഇത്തരം ആപ്ലിക്കേഷനെയും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് ഫോട്ടോയും വീഡിയോയും ഹൈഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അത്തരം മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യം നമ്മുടെയൊക്കെ ഫോണിലുള്ള മൈ ഫയൽ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനി തരുന്നൊരു ഫയൽ മാനേജർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ ലോക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഒട്ടുമിക്ക ഫോണിലും വരുന്നുണ്ട്. ഒന്നുകിൽ വലതുഭാഗത്തുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഇടതുഭാഗത്ത് സെറ്റിങ്സ് ഉണ്ടാകും, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്, പ്രൈവറ്റ് ഫയൽ, അങ്ങനെ പല പേരിൽ വരും. ഇതിലിപ്പോൾ പ്രൈവറ്റ് സേഫ് എന്ന് പറഞ്ഞിട്ട് താഴെ തന്നെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗറോ ഫേസോ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഫോട്ടോ, വീഡിയോ, ഓഡിയോ, ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അതർ ഫയൽ എന്ത് വേണമെങ്കിലും പ്രൈവറ്റ് ആയിട്ട് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഗാലറിയിലും ഒന്നും കാണിക്കില്ല. അതുപോലെ തന്നെ നമുക്കിത് കമ്പനി തന്നെ തരുന്നതായതുകൊണ്ട് സേഫാണ്, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും അല്ലല്ലോ. ഇനി നിങ്ങളുടെ ഫയൽ മാനേജറിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഫയൽസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒട്ടുമിക്ക ഫോണിലും വരുന്നുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഗൂഗിളിൻ്റെതാണ് ആപ്ലിക്കേഷൻ. ഗൂഗിൾ ഫയൽസിൽ നിങ്ങൾക്ക് അല്പം താഴോട്ട് കാണാം സേഫ് ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് നമുക്ക് പിന്നോ പാറ്റേണോ ഉപയോഗിച്ചിട്ട് ഗാലറിയിലുള്ള ഫോട്ടോ, വീഡിയോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ഹൈഡാക്കി വെക്കാൻ സാധിക്കും. ഏത് സമയത്തും നമുക്ക് തുറന്നിട്ട് അത്തരം ഫോട്ടോകൾ കാണാനും വീഡിയോകൾ ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഗൂഗിളിൻ്റെ ഫയൽസ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 3ാമത്തെ ഓപ്ഷനാണ്. അതായത് നമുക്ക് ഗൂഗിളിൻ്റെ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒട്ടുമിക്ക ഫോണിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം പ്ലേ സ്റ്റോറിൽ നിന്ന്. അതിൽ കളക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. ഏറ്റവും താഴെ നിങ്ങൾക്ക് ലോക്കഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ ഫേസോ കൊടുത്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ബാക്കപ്പ് ചെയ്യണോ അല്ല ബാക്കപ്പ് ചെയ്യണ്ടേ. നിങ്ങൾക്ക് ഈ ഫോൾഡർ, അതായത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന ഫോൾഡർ ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്തും നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ സൂക്ഷിച്ച് വെച്ച ഫയൽ നിങ്ങൾക്ക് അത് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല, മറ്റൊരാൾക്കും ഓപ്പൺ ചെയ്യാനും സാധിക്കില്ല. ഞാനത് ബാക്കപ്പ് ചെയ്യുന്നില്ല, എനിക്ക് ബാക്കപ്പിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൂവ് ഐറ്റംസ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ ആണ്, വീഡിയോ ആണ് ഹൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിൽ മൂവ് എന്നൊരു ബട്ടൺ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക, വീണ്ടും മൂവ് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ഇതിലേക്ക് വരുന്നതാണ്. വീഡിയോ ആയാലും ഫോട്ടോ ആയാലും മെയിലിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ പുതിയൊരു ഫോൺ വാങ്ങിയാലും നമുക്ക് അതിലേക്ക് ഫോട്ടോയും വീഡിയോയും എടുക്കാം. ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര ഫോട്ടോയും വീഡിയോയും വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കപ്പ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരു ഫോൺ വാങ്ങിയിട്ട് അതിലേക്കും നമുക്ക് ഇതേ ഡാറ്റ വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇമെയിൽ ID സൈൻ ഇൻ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഈ കൊടുത്ത പാസ്വേഡ് ഇല്ലാതെ മറ്റാരും നമ്മുടെ ഇമെയിൽ ID ഓപ്പൺ ചെയ്തിട്ട് ഇത് ബാക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ സാധിക്കുന്നതല്ല. അത് നമുക്ക് മാത്രമേ ഈ ഓപ്ഷൻ ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ പാസ്വേഡ് ലഭിക്കണം. അപ്പോൾ നമുക്ക്
സെക്യൂരിറ്റിയോടെ ബാക്കപ്പ് ചെയ്യാനും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗപ്പെടുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷൻ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.